ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വളരെ അടിപൊളി ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അത് ജാവ പോലെ പവർഫുള്ളും ആണ് കേട്ടോ, അങ്ങനെ പറയേണ്ടി വരും. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പ്രൊമോയായിരുന്നു, പക്ഷേ അതിൽ വലിയൊരു രഹസ്യം കൂടി, ഒരു സംഭവം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പത്മ വലിയൊരു അബദ്ധമാണ് കാട്ടിയത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും പണം എടുത്ത് അഞ്ജലിയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം എന്നൊരു നല്ല മനസ്സോട് കൂടിയിട്ടാണ് പത്മ വീട്ടിൽ നിന്ന് അഞ്ജലിയുടെ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പമൊക്കെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത് കേട്ടോ. പക്ഷെ അത് വലിയൊരു അബദ്ധത്തിലേക്കുള്ള ഒരു പോക്കായിപ്പോയി. കാരണം അവിടെ വെച്ച് കാർത്തിക്കിൻ്റെ കൂട്ടുകാരുടെ കണ്ണിൽ പെടുകയും ഒരു വിധത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്മ രക്ഷപ്പെട്ടു പോകുന്നത്. അത് അമ്പാടിയുടെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പത്മയുടെ കാര്യം അധോഗതിയായേനെ. കാരണം കാർത്തിക് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് ജീവനോട് കൂടിയിട്ട് തന്നെ പത്മയെ അവൻ്റെ മുമ്പിൽ എത്തിക്കണമെന്നാണ്. അവളോടുള്ള, നമ്മുടെ പത്മയോടുള്ള പകയും വൈരാഗ്യവും എല്ലാം ജീവനോടെ തന്നെ അവളിൽ തീർക്കണം. അവൾക്ക് ഒരിക്കലും മറക്കാത്തൊരു ദിനം സമ്മാനിക്കണം. ഇങ്ങനെയൊക്കെ കൊടും ക്രൂരതയായ മനസ്സോട് കൂടിയിട്ടാണ് കാർത്തിക്കും കൂട്ടുകാരും നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അപ്പോൾ അഞ്ജലിയുടെ സംരക്ഷണയിലാണ് പന്മയുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും അഞ്ജലിയുടെ അറിവ് സമ്മതത്തോടു കൂടി തന്നെ വേണമായിരുന്നു. പക്ഷെ എന്താണെങ്കിലും പത്മ ചെയ്തത് വലിയൊരു അബദ്ധം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നൊരു സംഭവങ്ങൾ നമുക്കിന്ന് പ്രൊമോയിൽ കാണാനും പറ്റും. ആ ഒരു നിമിഷത്തിൽ അമ്പാടി ഒരു ദൈവനിമിത്തം എന്ന പോലെ അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്താണെങ്കിലും നമ്മുടെ അമ്പാടി അവിടെ ഒരു ദൈവദൂതനെ പോലെ അവിടെ എത്തി കേട്ടോ. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അമ്പാടിയുടെ കല്യാണം നെക്സ്റ്റ് ഡേ നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ശംഖുചക്രം തറവാട്ടിൽ വിശ്വസ്തരായ ആളുകളെല്ലാം നമ്മുടെ രാഘവനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഭാര്യയും അതുപോലെ തന്നെ ഒരു ഇളയ അനിയൻ്റെ വൈഫിനെ, അതുപോലെ തന്നെ ദുഷ്ടതയായ അനുപമയും. അപ്പോൾ ഇവരോട് എല്ലാവരോടും കൂടി ഈ രഹസ്യം പറയണം. നാളെ നമ്മുടെ അർജുൻ്റെ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അർജുനെ മണ്ഡപത്തിൽ എത്തിക്കണം. അത് ആരേറ്റെടുക്കും? അത്രയും വലിയൊരു ദൗത്യം, റിസ്ക് നിറഞ്ഞൊരു ദൗത്യം ആരെടുക്കും എന്ന് ചോദിക്കണം. അപ്പോൾ രാഘവനുണ്ണിയുടെ വൈഫൊക്കെ നൈസായിട്ട്, അതുപോലെ തന്നെ ഇളയനീൻ്റെ വൈഫൊക്കെ നൈസായിട്ടത് അനുപമയുടെ തലയിൽ വെച്ച് കൊടുക്കും കേട്ടോ. അർജുനെ മണ്ഡപത്തിൽ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല എന്ന് അവർക്കറിയാം. അപ്പം അത്രയും വലിയൊരു ഭാരം അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. അപ്പം അനുപമയ്ക്കിട്ടൊരു പണിയും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവരത് പറയുന്നത്. അനുപമയ്ക്ക് കാര്യം മനസ്സിലായി, ഇവർ എനിക്കിട്ട് പണി തരികയാണെന്നുള്ള കാര്യം. ആ ഒരു നിമിഷം അനുപമ അത് പറയുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം അർജുൻ വളരെ രഹസ്യമായി കേൾക്കാൻ ഇടയാകും എന്ന് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അർജുൻ ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം രഹസ്യമായിട്ട് ശംഖുചക്രം തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇത് ഉറപ്പായിട്ടും പെടുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും ഈ രണ്ട് സംഭവങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താകും ഇനി അതിന് ശേഷമെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത് എങ്കിലും അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് വീക്കെൻഡ് പ്രൊമോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആ ഒരു നിമിഷത്തിൽ അപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് അഞ്ജലിയുടെ കഴുത്തിൽ നമ്മുടെ അർജുൻ താലി കിട്ടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഒരു വീക്കെൻഡ് പ്രൊമോയിൽ ഇടയ്ക്കൊരു പ്രൊമോ പോലെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അഞ്ജലിയുടെ കഴുത്തിലേക്ക് നമ്മുടെ അർജുൻ താലി കിട്ടുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പം ആ ഒരു സീനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അതൊരു
വളരെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതൊരു സമൂഹ വിവാഹത്തിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കുറുപ്പ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് അഞ്ജലിയുടെ കഴുത്തിലേക്ക് നമ്മുടെ അർജുൻ താലി കെട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിനെയെല്ലാം ചേർത്തൊരു കഥയാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം നാളെ എപ്പിസോഡിന്റെ പ്രൊമോ കാട്ടിയപ്പോൾ ഈ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെയധികം തിരക്കിലാണ് കുറുപ്പുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടന്ന് സമയം നോക്കുന്നു. അപ്പോൾ അവർ സമയം നോക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഒന്ന്, ഈ പരിപാടിയുടെ സമയം, പിന്നെ അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം, ഈ ഒരു സംഭവം. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വായിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ സമൂഹ വിവാഹം നടക്കുമ്പോൾ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അഞ്ജലിയും നമ്മുടെ അർജുനും തമ്മിലുള്ള വിവാഹവും നടക്കാനായിട്ട് പോകുന്നത്. ഒരു നിമിത്തം എന്നോണം ഈ ഒരു സംഭവം വന്നു ചേരിക്കും. തന്നെ ട്രാപ്പിലാക്കി കാവ്യയെ വിവാഹം കഴിക്കുവാനായിട്ട് കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ അർജുൻ മനസ്സിലാക്കുകയും ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അർജുൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മിക്കവാറും അഞ്ജലിയോട് വേഗം വരാനായിട്ട് പറയുകയും, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റുകൾ നടന്ന് ആ ഒരു നിമിഷത്തിൽ ഒരു പക്ഷേ അർജുൻ നമ്മുടെ അഞ്ജലി വിവാഹം കഴിക്കാൻ ആ ഒരു സമൂഹ വിവാഹത്തിനിടയിൽ തന്നെ ശ്രമിക്കുകയും ചെയ്യാനായിട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊമോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പെട്ടെന്നൊരു ടി വിയിൽ വന്നുപോയ പ്രൊമോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലിയിലേക്ക് കഴുത്തിലേക്ക് താലി കെട്ടാൻ തുടങ്ങുമ്പോൾ ഒരു ആളുടെ ശബ്ദം ഇങ്ങനെ ദേഷ്യത്തോടെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പ്രൊമോയിൽ. അപ്പോൾ എല്ലാവരും സംഭവങ്ങളെല്ലാം അറിയാൻ പോകുന്നു എന്നുകൂടി ഉറപ്പാണ്. എന്താണെങ്കിലും ഈ കുറുപ്പ് തന്നെ നടത്തുന്ന സമൂഹ വിവാഹത്തിനിടയിലാണ് അഞ്ജലിയും അർജുനും ഒന്നാകാനായിട്ട് ഒരു നിമിത്തം എന്ന പോലെ പോകുന്നത് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതും അതിനോടൊപ്പം തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റിയത്. എന്താണെങ്കിലും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് പ്രൊമോയിൽ കാട്ടിയത്. രണ്ടാമത് കാട്ടിയ സീൻ വേറൊന്നുമല്ല, അമ്പാടി ഉള്ളത് കൊണ്ട് മാത്രമാണ് പത്മ രക്ഷപ്പെട്ടത് എന്ന് അഞ്ജലി വളരെ ദേഷ്യത്തോടു കൂടി പത്മയോട് പറയുകയാണ്. എന്തിനാണ് അഞ്ജലിയോട് പറയാതെ പത്മ പുറത്തു പോയത്? ഒരു പക്ഷേ അവിടെ അമ്പാടി ഇല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് നമ്മുടെ അഞ്ജലി പത്മയോട് ചോദിക്കുകയാണ്. ഈ സമയം പത്മയോട് ഇത്രയധികം അഞ്ജലി ദേഷ്യപ്പെടുന്ന ഈ സമയം നമ്മുടെ ശകുന്തളാമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സീൻ, ഈ കുറുപ്പ് സമൂഹ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വാച്ചിൽ സമയം നോക്കുന്നു. അത് അർജുൻ വിവാഹത്തിനുള്ള സമയം കൂടിയാണ് അയാൾ നോക്കുന്നത്. പക്ഷെ കാര്യങ്ങളെല്ലാം വേറൊരു ഗതിയിലേക്കാണ് നീങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി.